ഹലോ. അപ്പോളേ നമുക്ക് കുറേശ്ശിലോട്ട് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. അത് ലേഡീസിനുള്ളതാണ്. ഹോസ്പിറ്റാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ്സാണ്. എക്സ്പെൻസ് ഉള്ളവർക്കും എക്സ്പെൻസ് ഇല്ലാത്തവർക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കൊടുക്കാം. വരിക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് തന്നെ. അങ്ങനെ അത്രയും പെട്ടെന്നൊന്നും ഗൾഫിൽ അല്ലെങ്കിൽ GCC കയറി പോകുന്ന പോലെ ഒന്നും പെട്ടെന്ന് ഇങ്ങോട്ട് അടിച്ച് കയറി വരാൻ പറ്റില്ല. പറ്റും, കുറച്ച് പേഷ്യൻസ് വേണം. അല്ല നിങ്ങളിപ്പം പൈസ കൊടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ പോകാമെന്നൊക്കെ പറയുന്നത് നടക്കില്ല, ഫേക്കാണ്. മിനിമം ഒരു 5 മാസം 6 മാസം മാക്സിമം 8 മാസമൊക്കെ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ കയറി വരാം. വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് പണിയും ചെയ്യാനുള്ളൊരു മൈൻഡ്. നമ്മളിപ്പം ചെയ്യുന്ന ജോലി നമ്മൾ ഗവൺമെൻറ് സ്റ്റാഫൊന്നുമല്ല. ഞങ്ങൾ ചെയ്യുന്ന ജോബ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം നമ്മളെ കട്ട് ചെയ്യാം, മനസ്സിലായോ? അപ്പം എന്ത് പണിയും ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ മനസ്സോടെ വരണം. എന്നാൽ മാത്രമേ ഇവിടെ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറി വരാമോ. അല്ലാതെ നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർവൈവ് ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്തും ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ എന്തും ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു മൈൻഡുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ ഇന്ന പണി മാത്രം ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബുദ്ധിമുട്ടാവും. നമ്മളെ കൊണ്ടുവരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ കൂടെ റൂമിൽ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാവും. ചുമ്മാ കയറി വരാൻ പറ്റില്ലല്ലോ, പൈസ കൊടുത്താലല്ലേ കയറി വരാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര രൂപയാണ് മുടക്കുന്നത് ഞാൻ പറയാം. ഒരു 3.5 തൊട്ട് ഒരു 6 ലക്ഷം രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ കൊടുക്കുക, കയറി വരാൻ. നമുക്ക് ആ പൈസ എങ്ങനെ ആയാലും ഉണ്ടാക്കാം. അല്ല 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 8ഉം 10ഉം മേടിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10 ലക്ഷം രൂപയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എത്ര മാസം പണിയെടുത്താലായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? അത്രയും വെറുത്തല്ല ഇവിടെ. 10ഉം 8ഉം കൊടുത്തിട്ട് ഇവിടെ വന്ന് പണി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് വല്ലതും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്യാം. അവിടെ ഒരു 3 ലക്ഷം രൂപ തൊട്ട് 6 ലക്ഷം രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ സ്ലോവാക്യ, ഹംഗറി, റൊമാനിയ അതൊക്കെ ബെർത്താം. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് കൈ കൊടുക്കുകയുള്ളൂ. കമ്പനി മാറി കയറാം. കമ്പനി TRC അല്ല, നിങ്ങളുടെ സ്വന്തം ഓൺ TRC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം, ബുദ്ധിമുട്ടൊന്നുമില്ല.